വിഷ്ണു വിശാൽ നടിക്കും ഗാട്ടക്കുസ്തി 2. ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക. അതിലെ രണ്ടാമത്തെ സിംഗിള് മകറാസി എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. വാ. കുഞ്ഞുമോളുമായിട്ടുള്ള ഒരു ഗാനം. വിഷ്ണു വിശാൽ സ്റ്റുഡിയോസ്. ഇപ്പൊ നായകന്മാരെല്ലാം പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ. കുഴപ്പമില്ല. വിഷ്ണു വിശാലിന്റെ മുഖം എന്തോ ചെയ്തതുപോലെയൊക്കെ ഇരിക്കും അല്ലേ? അടുത്ത ബുക്ക് വരാൻ പോവുകയാണ്. മകറാസി. സീൻ റോളനാണ് ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ആ ഫസ്റ്റ് സോങ് ആയിട്ട് സംഭവക്കാരി എന്നൊരു സോങ് ഐശ്വര്യ ലക്ഷ്മി വിഷ്ണു വിശാലും ചേർന്നുള്ള ഒരു സോങ്, ഒരു റൊമാൻറ്റിക് സോങ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സോങ് തന്നെയായിരുന്നു. ഇതും ആസ് യൂഷ്വൽ, അതായത് ഒരു നമ്മളെപ്പോഴും കേട്ട് മടുത്ത ഒരു ട്യൂണും കാര്യങ്ങളും തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സാധനം ഇതിൽ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പറഞ്ഞേക്ക്. ആൻഡ് ലിറിക്സും അങ്ങനെയൊക്കെ തന്നെയാണ്. കൊച്ചിന്റെ ഡാൻസും കൊച്ച് കൊള്ളാം. ഞാൻ കൊച്ചും വിഷ്ണു വിശാലോട്ടുള്ള കെമിസ്ട്രി ആയിരിക്കും പാട്ട്. മ്യൂസിക് സീൻ റോൾഡൻ. ആണുങ്ങൾക്ക്, അതായത് പെൺകുട്ടികളാണ് വേണം, പെണ്ണുങ്ങൾക്ക് ആൺകുട്ടികളാണ് വേണം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടാ. അമ്മയെ പോലെയാണ് ലിറിക്സ് എഴുതി വെച്ചിട്ടുള്ളത്. സ്ഥലങ്ങളൊക്കെ പക്ക VFX എന്തോ ഫോട്ടോഷോപ്പ് ചെയ്ത പോലെ ഇരിക്കുന്നു. ഈ തോന്നാണോ എന്തോ. പക്ഷേ ഇത് ഇത്രയും ലോങ് ആക്കണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇത്രയും വലുതാക്കണമായിരുന്നു. 2.5 മിനിറ്റ് ആയിരുന്നാലും ഇത്രയും വലുതാക്കാനുള്ളത് ഒരു പാട്ടല്ലേ, ആക്കാം. സമയം ചിലപ്പം ഇനിയിപ്പോ സമയം കൂടുതലാണെങ്കിൽ പാട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ, ഷോർട്ട് ഔട്ട് ചെയ്ത് അത് ശരിയാക്കാന്നേ ഉള്ളൂ. പാട്ട് സത്യം പറഞ്ഞാൽ ഒരു സുഖമൊന്നുമില്ല പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആ കൊച്ചിനെ കാണാനും അവർക്ക് ആ തമ്മിലൊരു കെമിസ്ട്രി കാണാനും വേണ്ടി കണ്ടിരിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് സുഖമൊന്നും എനിക്ക് തോന്നുന്നില്ല. മകരാസി. ലിറിക്സ് മുത്തമിഴ്. വിജയ് നരേനും സീൻ റോളനാണ് പാടിയിരിക്കുന്നത്. ഈ പോർഷൻ കൊള്ളാം. അത് ശരി. മകരാസി വരും. ഇതാണ് മകരാസിയുടെ സ്റ്റെപ്പ്. ആ വ്യൂ കൊള്ളാം. ഇതിന്റെ തമ്മില് തളപതി വിജയുടെ തെറി സിനിമയിലെ തമ്മിലാണ് മീനാറ്റിക്കാള്. അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ബാബ ഭാസ്കറാണ് കൊറിയോഗ്രാഫർ. കൊച്ചിന്റെ കുറച്ച് സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പാട്ടിൽ. ചെല്ലയ്യ റൈറ്റർ ആൻഡ് ഡയറക്ടർ. അപ്പോ മകരാസിയാണ് പാട്ടിന്റെ പേര്. സത്യം പറയുവാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പാട്ട് മിഡായിട്ടും തോന്നിയില്ല. കുഴപ്പമില്ല, കേട്ടോണ്ടിരിക്കാനൊന്നും അങ്ങനെ ഒരു സുഖമൊന്നുമില്ല. ചിലപ്പോ
ആ ഒരു സിനിമയിൽ സിറ്റുവേഷനുമായിട്ട് ആ വീഡിയോ വിഷ്വലായിട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു മാച്ച് ആവുമായിരിക്കും. ബട്ട് അല്ലാതെ ഒരു റിയാക്ഷൻ കണക്ക് നോക്കുവാണെങ്കിലും എനിക്ക് പേഴ്സണലി പാട്ട് അത്രയ്ക്ക് ഭേദിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ അവർ രണ്ടുപേരുടെയും ആ ഒരു ക്യൂട്ട് പെർഫോമൻസ് കാര്യങ്ങളും കൂടുതലായിട്ടുള്ള മ്യൂസിക്കും ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഏറ്റവും അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു നോർമൽ മ്യൂസിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സീൻ റോൾഡനാണ് പുള്ളിക്കാരൻ, നല്ലൊരു പുള്ളിക്കാരനെയും പാട്ടുകൾ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോഴൊന്നും നമുക്ക് ഇഷ്ടപ്പെടാറില്ല, കുറച്ചൊക്കെ കഴിഞ്ഞ് വിഷ്വലും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഐശ്വര്യലക്ഷ്മിയാണ് നായികയായിട്ട് വരുന്നത്. ഇത് ഘട്ടഗുസ്തിയുടെ 2ാം ഭാഗമാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊരു നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു സിനിമയാണ്. ഐശ്വര്യലക്ഷ്മിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ കണ്ടറിയാം എങ്ങനെയായിരിക്കും സണ്ടക്കാരിയും മകറാസിയും പാട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെയായിരിക്കും സിനിമ മൊത്തം ചെല്ലാവല്ലേ ചെല്ലായ റൈറ്റർ ആൻഡ് ഡയറക്ടർ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കണ്ടറിയാം. വിഷ്ണു വിശാൽ ഒരു വെറൈറ്റി നടനാണ് ഞാൻ കണ്ടിടത്തോളം. കാരണം വിഷ്ണു വിശാൽ ചെയ്യുന്ന പടങ്ങൾ ഒരു വെറൈറ്റി ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരുപാട് പേരെ ശ്രദ്ധിക്കാത്ത ഒരു നടനും കൂടെയാണ്. രാക്ഷസനൊക്കെ ഒരുപാട് പേരൊക്കെ റിജക്ട് ചെയ്ത പടമാണ് പുള്ളി ചെയ്ത് അത്ര ഹിറ്റായി. അത് സത്യം പറഞ്ഞാൽ ആര് ചെയ്താലും ഹിറ്റാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ ഒരു കോണ്ടന്റ് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഇവിടെ എന്നിരുന്നാലും വിഷ്ണു വിശാൽ നന്നായിട്ട് തന്നെ അത് കെയർ ചെയ്ത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വേറെ വലിയൊരു ബിഗ് സ്റ്റാഴ്സോ കാര്യങ്ങളോ ചെയ്തിരുന്നെങ്കിൽ ആ രാക്ഷസനക്ക് ഹെമ്മേ പടമായിരുന്നെങ്കിൽ. ആൻഡ് ഇപ്പോഴും അതിനൊരു കുറവൊന്നുമില്ല. ഒരു ബെഞ്ച് മാർക്ക് ഒരു സൈക്കോളജി പടം, ഒരു ത്രില്ലർ പടം അല്ലെങ്കിൽ ഒരു സൈക്കോ പടമൊക്കെ വരുമ്പം ബെഞ്ച് മാർക്ക് ആദ്യം ചോദിക്കുന്നത് രാക്ഷസൻ തന്നെയാണ്. അതിലെ നായകൻ വിഷ്ണു വിശാലാണ്, ഇതിലെയും ഘട്ടഗുസ്തിയിലെയും നായകൻ 2-ലെ. അപ്പോൾ മകറാസി കുഴപ്പമില്ലാത്ത രാശിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. അപ്പോൾ ബൈ ബൈ ഗൈസ്.